അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാകുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖ്വല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടത് മുറപ്രകാരം സൂക്ഷിക്കുക, നിങ്ങൾ ആരും തന്നെ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാകുന്നു. വിശുദ്ധ ഖുർആനിൽ 50ഓളം പ്രാവശ്യം ഓർമ്മപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാകുന്നു തഖ്വ എന്നത്. തഖ്വ വളരെ പ്രധാനപ്പെട്ടതാകുന്നു. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടുന്ന ഒരു ഭയമാകുന്നു പടച്ച തമ്പുരാനെ സംബന്ധിച്ചുള്ള ആ തഖ്വ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആൻ അനുസരിച്ച് തന്നെ ഞാൻ പ്രവർത്തിക്കും, ഹലാലും അറമും നോക്കിക്കൊണ്ട് എന്ന ഒരു വിചാരം, അത് തഖ്വയുടെ ഒരു ഭാഗമാകുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എത്ര കുറഞ്ഞിരുന്നായിരുന്നാലും വിരോധമില്ല, അതനുസരിച്ച് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാൽ അത് തഖ്വയുടെ ഒരു ഭാഗമാകുന്നു. ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നാളെ ആഖിറത്തിലേക്കുള്ള സമ്പാദ്യമാകുന്നു എന്ന വിചാരത്തോടു കൂടി അൽ-ഇസ്തിഅദാദു ഇലാ യൗമിർ റഹീൽ, യാത്ര പോകാനുള്ള നാളത്തെ ആ ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്, അതാണ് യഥാർത്ഥത്തിൽ തഖ്വയുടെ ആകത്തുക. ഈ തഖ്വ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ ഒരു പരീക്ഷണ സമയമാണ്. ഈ സമയത്ത് ഹറാമുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ഈ ദുനിയാവ് ആകുന്ന ഹറാമുകൾ നിറഞ്ഞ ജീവിതത്തിൽ നമ്മുടെ വസ്ത്രത്തിൽ ഒരു കറുത്ത് കരിപുരണ്ട വൃത്തികെട്ട ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന വെളുത്ത വസ്ത്രധാരി എത്രമാത്രം സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ടോ അത്രമാത്രം സൂക്ഷ്മത പാലിച്ചെങ്കിൽ മാത്രമേ ഹറാമുകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ തഖ്വയുള്ളവരായി ജീവിച്ചു കഴിഞ്ഞാൽ ഒമൻ യത്തഖില്ലാഹ യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബു, അവൻ കണക്കാക്കാത്ത വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റിസ്ക് നൽകും. യജ്അൽ ലഹു ഫുർഖാന, അല്ലാഹു എല്ലാ കാര്യങ്ങൾക്കും ഒരു തുറവി, എല്ലാത്തിൻ്റെയും സത്യാസത്യങ്ങളുടെ വിവേചനം കാണിച്ചു കൊടുക്കും. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ എല്ലാ കാര്യങ്ങളെയും യജ്അൽ ലഹു ഫി അംരിഹി യുസ്ര, കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പമാക്കി കൊടുക്കും. യദ്ഖുൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ആ താഴ്വാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗത്തിലേക്ക് അവനെ പ്രവേശിപ്പിക്കും. വളരെ എളുപ്പമാണ്. സ്വർഗാവകാശിയായി തീരുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം തഖ്വ ഉണ്ടാവുകയാകുന്നു. തഖ്വയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രവർത്തനം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. ഇന്നല്ലാഹ, തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല മഅൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ ഒപ്പമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു മുത്തഖികളെ ഇഷ്ടപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികൾക്ക് വേണ്ടി ഇന്നലിൽ മുത്തഖീന മഫാസ, വിജയത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഒരുക്കങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, തഖ്വയുള്ളവരാകണം. മനസ്സ് തഖ്വ കൊണ്ട് നിറയ്ക്കണം. പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് ക്രമപ്പെടുത്തണം. റബ്ബ് സുബ്ഹാനഹു വ തആല സൂക്ഷിക്കണം. ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടുന്നതിനായിരിക്കണം നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.